നമസ്കാരം. ഞാൻ ഡോക്ടർ മനോഹർ ലാൽ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, മൈൻഡ്ഫുൾനെസ് കോച്ച്. നമ്മുടെ VSF സൗദി ചാപ്റ്റർ ആവശ്യപ്പെട്ട പ്രകാരം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ, അവരുടെ വിർച്വൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെയും മറ്റ് മാർഗങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. രാസലഹരി ഇന്ന് വളരെയധികം സുലഭമാണ്. അതോടൊപ്പം തന്നെ ഇന്റർനെറ്റിന്റെ കാണാക്കയങ്ങൾ കുട്ടികൾ ആണ്ടിറങ്ങി പോകുന്നതും നമ്മൾ അനുഭവിക്കുന്നു. ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്നു. ഒരുപാട് സമയം നമ്മൾ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇത് അവരുടെ പെരുമാറ്റ രീതികളെയും സ്വഭാവ രീതികളെയും വികലമാക്കുന്നു എന്ന് ധാരാളം പഠനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരെ അനുവദിക്കാൻ പാടുള്ളൂ. 2 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരിക്കലും അവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ നമ്മൾ കൊടുക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും അവരെ കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കുറ്റക്കാരാണ്. എവിടെയും നമ്മൾ വിരൽ ചൂണ്ടുന്നത് രക്ഷിതാക്കളുടെ നേരെയാണ്. ശരിയല്ലാത്ത രീതിയിലുള്ള ഇന്റർനെറ്റ് ഉപയോഗം അവരുടെ ജീവിതം പ്രയാസകരമാക്കുന്നു എന്നതിന് സൂചന ഞാൻ നൽകിയെന്ന് മാത്രം. വിശദമായിട്ട് ഇത് പറയാനുള്ള സമയമില്ല. കുട്ടികൾ ശരിക്കും നിഷ്കളങ്കരാണ്. അവരെ ശരിയായ രീതിയിൽ രക്ഷാകർത്തൃത്വത്തിൽ നമ്മൾ എങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് സമൂഹവും രക്ഷിതാക്കളുമാണ് ഉത്തരവാദികൾ. ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ, അതിന്റെ പരിചയത്തിലൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഏതൊരു മാനസിക പ്രയാസം അല്ലെങ്കിൽ മാനസിക രോഗത്തിന്റെ മൂലകാരണം അന്വേഷിച്ച് ചെന്നാൽ വികലമായ രക്ഷാകർതൃത്വവും അതോടൊപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങളുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7 വയസ്സ് വരെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് സ്വഭാവ രൂപീകരണങ്ങൾ ഉണ്ടാക്കുന്ന വേള എന്ന് നമുക്ക് അറിയില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ ശരിയായ രക്ഷാകർതൃത്വത്തിലൂടെ വളരുന്ന കുട്ടികൾ വളരെ ആത്മവിശ്വാസമുള്ളവരും വളരെ പോസിറ്റീവും ആയ ചിന്താഗതിക്കാരുമായി തീരുമെന്നത് അനുഭവങ്ങളിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ള അഭിവാഞ്ച വളർത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. പണത്തിന്റെ മൂല്യവും ബന്ധങ്ങളുടെ മൂല്യവും ഒക്കെ അവരെ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ്. പക്ഷേ ശരിയായ ഒരു പാരന്റിങ് ശൈലി അല്ലെങ്കിൽ ശരിയായ രക്ഷാകർതൃത്വം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പഠന രീതിയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലില്ല എന്നത് വലിയൊരു പ്രയാസകരമായ കാര്യമാണ്. പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അന്തം വിട്ട് നമ്മളെ നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. വലിയ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് പോലും എങ്ങനെ കുട്ടികളെ വളർത്തണമെന്ന് അറിയില്ല എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. മാതാപിതാക്കളാണ് ഞാൻ പറഞ്ഞ പോലെ കുട്ടികളുടെ ആദ്യ അധ്യാപകർ. അവർ വേണം കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ടതും കൊണ്ടുപോകാൻ അവരെ ഗൈഡ് ചെയ്യേണ്ടത്. എത്ര വലിയ തിരക്കുണ്ടായാലും ഗുണപരമായ കുറെ സമയം അവരുമായി ചെലവഴിക്കാൻ സാധിക്കണം. അവർക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു പ്രോത്സാഹനം നമ്മൾ കൊടുക്കണം. അവരെ കേൾക്കാനും അവർ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും രക്ഷിതാക്കൾ മുന്നോട്ട് വരണം, പാരൻസ് മുന്നോട്ട് വരണം. പക്ഷേ
നമ്മൾ എന്താണ് ചെയ്യാറ്? വീട്ടിലെ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ അവർ കുഞ്ഞല്ലേ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അവനെ മാറ്റി നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ ആത്മവിശ്വാസമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. എത്ര തിരക്കുണ്ടായാലും നേരത്തെ പറഞ്ഞ പോലെ അവരെ കേൾക്കുവാനും ഒക്കെ നമ്മൾ സന്നദ്ധരാകും. അവരെ അമിതമായി ലാളിക്കുന്നതും അതുപോലെ അമിതമായി ശിക്ഷിക്കുന്നതും ശരിയായ ഒരു പാരന്റിങ് രീതിയല്ല. വാശി പിടിക്കുമ്പോൾ എന്തും സാധിച്ചു കൊടുക്കുന്നതും ശരിയല്ല. വാശി പിടിക്കുമ്പോൾ എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മൾ അവരിൽ നിന്ന് അതിലൂടെ വളർത്തിയെടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ നടന്ന ഒരുപാട് പ്രശ്നങ്ങളും കൊലപാതകങ്ങളും അടിയും കുത്തും വഴക്കിനും ഒക്കെ ഒരു കാര്യം ഇങ്ങനെയുള്ള ഒരു പാരന്റിങ് ശൈലിയിലൂടെ വളർന്ന കുട്ടികളാണെന്ന് നാം മറന്നുപോകും. ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എപ്പോഴും അവരെ ഏൽപ്പിക്കണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ നിർദ്ദേശിക്കുന്നത്. പരീക്ഷയിൽ A+ കിട്ടിയതിൽ നിരാശപ്പെടേണ്ടതില്ല എന്ന് അവരെ മനസ്സിലാക്കണം. പകരം ജീവിതത്തിൽ A+ ആവുവാനും ജീവിതത്തിൽ നല്ല രീതിയിൽ നല്ല മനുഷ്യരായി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു രക്ഷാകർതൃ ശൈലി നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കുട്ടികളുടെ മനസ്സ് ശൂന്യമായ കടലാസ് പോലെയാണ്. ആ ക്യാൻവാസിൽ എന്ത് ചിത്രങ്ങളും നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. പാവം കുട്ടികളെ നമ്മളും സമൂഹവുമാണ് ചീത്തയാക്കുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ കുറ്റക്കാർ കുട്ടികളല്ല, കുട്ടികൾ നിഷ്കളങ്കരാണ്. നമ്മളാണ് കുറ്റക്കാർ, സമൂഹമാണ് കുറ്റക്കാർ. രാസലഹരികൾക്കെതിരെ, മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം നമ്മൾ ശക്തമാക്കണം. അധികൃതരും ജാഗരൂകരാണ്. എങ്കിൽ മാത്രമേ ഈ രാസലഹരിയുടെ മയക്കുമരുന്നിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് സമൂഹത്തിനെയും കുട്ടികളെയും രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളുകൾക്ക് മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യമാണെങ്കിലും ചില ഭാഗങ്ങളിൽ നിന്ന് അതിനുള്ള ശക്തമായ പ്രതിരോധം നമ്മുടെ ഇന്നത്തെ ഒക്കെ പത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ശക്തമായ പ്രതിരോധം ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങുന്നു. അങ്ങനെ തന്നെ ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് അമാന്തിച്ചാൽ സമൂഹം നശിക്കും. നാളെ ഒരു ഭാവി തലമുറ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് കൂപ്പുകുത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. എനിക്കിപ്പോഴും നമ്മുടെ കുട്ടികളെ പറ്റി നല്ല ഒരു വിശ്വാസമാണുള്ളത്. പക്ഷേ നമ്മൾ രക്ഷാകർത്തൃകളും സമൂഹവും ഇക്കാര്യത്തിൽ വളരെ നല്ല ജാഗരൂകരാവണം. നല്ലൊരു സമൂഹത്തെ, നല്ലൊരു ഭാവി പൗരന്മാരെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.